Good day all, myself Dr. Unimaya, teaching faculty of Triangle Thoughts. അപ്പോൾ നമുക്ക് 2025 CPT കോഡിംഗ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇത്തവണ ഏകദേശം 270 അഡീഷൻസും 38 റിവിഷൻസും 112 ഡിലീഷൻസും ആണ് CPTയിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആൻഡമിൽ നമുക്ക് ഇത്തവണ 17 ന്യൂ കോഡ്സ് 3 ഡിലീഷൻസ് 0 റിവിഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിലീറ്റഡ് കോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 99441, 99442, 99443 ഈ 3 കോഡും ടെലിഫോൺ സർവീസ് കോഡുകളാണ്. അപ്പോൾ ഇത് ഈ ആൻഡമെന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ള കോഡുകളാണ്. ഇനി നമുക്ക് ഈ ആൻഡമിൽ വന്നിട്ടുള്ള 17 ന്യൂ കോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ന്യൂ കോഡ് വന്നിട്ടുള്ളത് ടെലിഫോൺ സർവീസിലാണ് ന്യൂ കോഡ് വന്നിട്ടുള്ളത്. അത് 2 കാറ്റഗറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഡിയോ ഓൺലി സർവീസും സെക്കൻഡ് ഓഡിയോ ആൻഡ് വീഡിയോ സർവീസിലുമാണ്. അപ്പം നമുക്ക് ആദ്യം ഓഡിയോ ആൻഡ് വീഡിയോ സർവീസിലെ ന്യൂ കോഡ്സ് നോക്കാം. അതിൽ ന്യൂ പേഷ്യൻസിൽ വരുന്ന കോഡുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം 98000 എന്ന് പറയുന്നതാണ് ഒരു കോഡ്. അപ്പോൾ അതിൻ്റെ MDM വന്നിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ടൈം വന്നിട്ട് 15 മിനിറ്റ്സ് ആണ്. കോഡുകളെല്ലാം MDMൻ്റെയും ടൈമിൻ്റെയും ബേസിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് കോഡ് 98001 ആണ്. അതിൻ്റെ MDM വന്നിട്ട് ലോ ആണ്. ടൈം വന്നിട്ട് 30 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് കോഡ് വന്നിട്ട് 98002 ആണ്. അതിൻ്റെ MDM വന്നിട്ട് മോഡറേറ്റ് ആണ്. 45 മിനിറ്റ്സ് ഓഫ് ടൈം ആണ്. നെക്സ്റ്റ് കോഡ് 98003 ആണ്. MDM വന്നിട്ട് ഹൈ ആണ്. അതിൻ്റെ ടൈം 60 മിനിറ്റ്സ് ആണ്. സോ ഇത്രയാണ് നമുക്ക് ഓഡിയോ ആൻഡ് വീഡിയോ സർവീസിൽ ന്യൂ പേഷ്യൻസിൽ വരുന്ന കോഡുകൾ. ഇനി നമുക്ക് ഓഡിയോ ആൻഡ് വീഡിയോ സർവീസിൽ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസിൽ വരുന്ന കോഡുകൾ നോക്കാം. 98004 അതിൻ്റെ MDM വന്നിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ടൈം 10 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് 98005 MDM വന്നിട്ട് ലോ ആണ്. ടൈം വന്നിട്ട് 20 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് 98006 MDM വന്നിട്ട് മോഡറേറ്റ് ആണ്. ടൈം വന്നിട്ട് 30 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് 98007 MDM വന്നിട്ട് ഹൈ ആണ്. ടൈം വന്നിട്ട് 40 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓഡിയോ ആൻഡ് വീഡിയോ സർവീസിൽ ന്യൂ കോഡ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഓഡിയോ ഓൺലി ടെലിഫോൺ സർവീസിലെ ന്യൂ കോഡ്സ് നോക്കാം. സോ അതിൽ നമുക്ക് ന്യൂ പേഷ്യൻസിൽ വരുന്ന കോഡുകളാണ് 98008. അത് MDM സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ടൈം 10 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് 98009 ആണ്. MDM വന്നിട്ട് ലോ ആണ്. ടൈം വന്നിട്ട് 30 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് 98010 ആണ്. MDM വന്നിട്ട് മോഡറേറ്റ് ആണ്. ടൈം വന്നിട്ട് 45 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് 98011 ആണ്. MDM വന്നിട്ട് ഹൈ ആണ്. ടൈം വന്നിട്ട് 60 മിനിറ്റ്സ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഓഡിയോ ഓൺലി ടെലിഫോൺ സർവീസിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് കോഡുകൾ നോക്കാം. 98012 ആണ്. അതിൻ്റെ MDM വന്നിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ടൈം 10 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് 98013 ആണ്. MDM വന്നിട്ട് ലോ ആണ്. ടൈം 20 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് 98014 ആണ്. MDM വന്നിട്ട് മോഡറേറ്റ് ആണ്. ടൈം 30 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് 98015 ആണ്. MDM വന്നിട്ട് ഹൈ ആണ്. ടൈം വന്നിട്ട് 40 മിനിറ്റ്സ് ആണ്. സോ ഫൈനലി നമുക്ക് 98016 എന്ന് പറയുന്ന കോഡ് അത് ബ്രീഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ്ഡ് സർവീസിൻ്റെ വിർച്വൽ ചെക്ക് ഇൻ കോഡാണ്. അപ്പോൾ ഈ കോഡ് എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആയിരിക്കണം. 5 to 10 മിനിറ്റ്സ് മെഡിക്കൽ ഡിസ്കഷൻ മസ്റ്റാണ്. പിന്നെ നോട്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ റിലേറ്റഡ് EANDM സർവീസ് പ്രൊവൈഡഡ് വിത്തിൻ ദ പ്രീവിയസ് 7 ഡേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എൻ EANDM സർവീസ് പ്രൊസീജിയർ വിത്തിൻ ദ നെക്സ്റ്റ് 24 hours ഓർ സൂണസ്റ്റ് അവൈലബിൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 2025 വന്നിട്ടുള്ള EANDM ന്യൂ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. സർജിക്കൽ സെക്ഷനിൽ ഇൻഡോക്യുമെൻ്ററി സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഇതിൽ 8 ന്യൂ കോഡ്സും 0 റിവൈസ്ഡ് കോഡും 1 ഡിലീറ്റഡ് കോഡുമാണ് ഉള്ളത്. അപ്പോൾ ഡിലീറ്റഡ് കോഡ് നോക്കാം നമുക്ക്. 15819 സർവേക്കോപ്ലാസ്റ്റിയുടെ ഈ ഒരു കോഡ് ഇത്തവണ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂ കോഡ്സ് നോക്കാം. സ്കിൻ സെൽ സസ്പെൻഷൻ ഓട്ടോലോഗസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ന്യൂ കോഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ SCSA സ്കിൻ സെൽ സസ്പെൻഷൻ ഓട്ടോലോഗസ് ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. സ്കിന്നിന് എന്തെങ്കിലും ഇഞ്ചുറിയോ ഇൻഫെക്ഷനോ പൊള്ളലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള സ്കിന്ന് മുറിച്ചു മാറ്റും, അതായത് എക്സഷൻ ചെയ്യും.
അപ്പോൾ ആ സെയിം ഇൻഡിവിജ്വലിൻ്റെ ബോഡിയുടെ തന്നെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് നല്ല സ്കിൻ സെൽസ് എടുത്തിട്ട് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡാമേജ് ആയ ആ ഒരു ശരീരഭാഗത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് SSC എന്ന് പറയുന്നത്, സ്കിൻ സെൽ സസ്പെൻഷൻ ഓട്ടോലോഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് ഈ ചാപ്റ്ററിൽ ഇത്തവണ ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത് ഹാർവെസ്റ്റ്, പ്രിപ്പറേഷൻ, ആപ്ലിക്കേഷൻ, ഇങ്ങനെ 3 സ്റ്റെപ്പ് വൈസ് ആണ്. അപ്പോൾ നമുക്ക് ഹാർവെസ്റ്റ്, സ്കിൻ ഹാർവെസ്റ്റിലെ കോഡ് നോക്കാം. 15011 എന്ന കോഡാണ് ഫസ്റ്റ് കോഡ്. അപ്പോൾ ഇത് സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ ലെസ് ഹാർവെസ്റ്റ് ആണെങ്കിലാണ് 15011 നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ ആഡ് ഓൺ കോഡാണ് 15012. ഈച്ച് അഡീഷണൽ 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ പാർട്ട് thereof ലിസ്റ്റ് സെപ്പറേറ്റ്ലി ഇൻ അഡീഷൻ ടു കോഡ് ഫോർ പ്രൈമറി പ്രൊസീജിയറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രിപ്പറേഷൻ്റെ കോഡാണ് 15013. അത് ഫസ്റ്റ് 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ ലെസ്. അതിൻ്റെ അഡീഷണൽ കോഡാണ് 15014. ഈച്ച് അഡീഷണൽ 25 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സ്കിൻ സെൽ ബേസ്ഡ് ഓൺ അനാറ്റമിക്കൽ സൈറ്റ് ആൻഡ് സൈസ്. സോ ഇവിടെ നോക്കേണ്ടത് അനാറ്റമിക്കൽ സൈറ്റും സൈസും ആണ്. അപ്പോൾ ഫസ്റ്റ് കോഡ് 15015 ആണ്. അപ്പോൾ സൈറ്റ് വന്നിട്ട് ട്രങ്ക്, ആം, ലെഗ്സ് ആണ്. സൈസ് ഫസ്റ്റ് 480 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ ലെസ് ആണ്. അഡീഷണൽ കോഡ് 15016 ആണ്. ഈച്ച് അഡീഷണൽ 480 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ പാർട്ട് thereof. സെക്കൻഡ് കോഡ് 15017 ആണ്. ഇതിൽ അനാറ്റമിക്കൽ സൈറ്റ് വന്നിട്ട് ഫേസ്, സ്കാൽപ്പ്, ഐലിഡ്സ്, മൗത്ത്, നെക്ക്, ഇയേഴ്സ്, ഓർബിറ്റ്സ്, ജെനിറ്റാലിയ, ഹാൻഡ്സ്, ഫീറ്റ് ആൻഡ് ഓർ മൾട്ടിപ്പിൾ ഡിജിറ്റ്സ് ഫസ്റ്റ് 480 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ ലെസ്. ഇതിൻ്റെ അഡീഷണൽ കോഡാണ് 15018. ഈച്ച് അഡീഷണൽ 480 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ പാർട്ട് thereof. അപ്പോൾ ഹാർവെസ്റ്റിലെ കോഡാണ് 15011, 15012. പ്രിപ്പറേഷനിലെ കോഡാണ് 15013, 15014. ആപ്ലിക്കേഷനിൽ വരുന്ന കോഡാണ് 15015 മുതൽ 15018 വരെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള ന്യൂ കോഡ്സ്. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. മസ്കുലോ സ്കെലിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് എന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരു ന്യൂ കോഡ് ഉണ്ട്, 2 റിവൈസ്ഡ് കോഡും ഒരു ഡിലീറ്റഡ് കോഡുമാണ്. അപ്പോൾ നമുക്ക് ന്യൂ കോഡ്സ് നോക്കാം. 25448 arthroplasty, intercarpal or carpometacarpal joints, suspension including transfer or transplant of tendon with interposition when performed. അപ്പോൾ സസ്പെൻഷൻ ആർത്രോപ്ലാസ്റ്റിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഫ്യൂച്ചർ സസ്പെൻഷൻ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയും. അതല്ലെങ്കിൽ CMC ആർത്രോപ്ലാസ്റ്റി, അതായത് കാർപ്പോമെറ്റാകാർപ്പൽ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കോഡാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ റിവിഷൻ കോഡ് നോക്കാം. 21630 റാഡിക്കൽ റിസെക്ഷൻ ഓഫ് സ്റ്റെർണത്തിൻ്റെ കോഡാണ്. അപ്പോൾ ഇവിടെ റാഡിക്കൽ റിസെക്ഷൻ ഓഫ് സ്റ്റെർണം കഴിഞ്ഞിട്ട് 2024 സെമിക്കോളൻ ഉണ്ടായിരുന്നു. 2005 ആ ഒരു സെമിക്കോളൻ മാറ്റി ഈ ഒരു കോഡിനെ ഇൻഡിവിജ്വൽ കോഡാക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് 25447 എന്ന് പറയുന്ന കോഡ് ആർത്രോപ്ലാസ്റ്റി, ഇൻ്റർപൊസിഷൻ, ഇൻ്റർകാർപ്പൽ ഓർ കാർപ്പോമെറ്റാകാർപ്പൽ ജോയിൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഇൻ്റർപൊസിഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാക്കി മാറ്റിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഡിലീറ്റഡ് കോഡ് നോക്കാം. 21632 റാഡിക്കൽ റിസെക്ഷൻ ഓഫ് സ്റ്റെർണം വിത്ത് മീഡിയാസ്റ്റീനൽ ലിംഫാഡിനെക്ടമി. ഈ ഒരു കോഡാണ് ഈ ഒരു ചാപ്റ്ററിന് ഇത്താണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ആപ്റ്റേഷൻസ് വരുന്നത്. സോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് അപ്ഡേഷൻ നടന്നിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 0 ന്യൂ കോഡ്സ് ആണ്, 3 ഡിലീറ്റഡ് ആൻഡ് 1 റിവൈസ്ഡ് കോഡാണ്. നമുക്ക് ഡിലീറ്റഡ് കോഡ്സ് നോക്കാം. 33471 പൾമനറി വാൾവ് വാൾവോട്ടോമി ആണ്. 33737 ഏട്രിയൽ സെപ്റ്റക്ടമി ഓർ സെപ്റ്റോസ്റ്റോമി. 33813 ഒബ്ലിറ്ററേഷൻ ഓഫ് അയോർട്ടോപൾമിനറി സെപ്റ്റൽ ഡിഫക്റ്റ്. നെക്സ്റ്റ് നമുക്ക് റിവിഷൻ കോഡ് നോക്കാം. 33814 ഒബ്ലിറ്ററേഷൻ ഓഫ് അയോർട്ടോപൾമിനറി സെപ്റ്റൽ ഡിഫക്റ്റ് വിത്ത് കാർഡിയോപൾമിനറി ബൈപ്പാസ്. അപ്പോൾ ഈ ഒരു കോഡ് ഈ ഒരു 2025 ഒരു ഇൻഡിവിജ്വൽ കോഡാക്കി റിവിഷൻ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഹെമിക് ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന പോർഷനിലെ അപ്ഡേഷൻസ് നോക്കാം. സോ ഈ ഒരു പോർഷനിൽ നമുക്ക് 4 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. 0 ഡിലീറ്റഡ് ആൻഡ് 0 റിവിഷൻ കോഡുകളാണ്.
സോ നമുക്ക് 4 ന്യൂ കോഡുകൾ വന്നിരിക്കുന്നത് സെല്ലുലാർ ആൻഡ് ജീൻ തെറാപ്പീസ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. സോ ഈ സെല്ലുലാർ ആൻഡ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോ തെറാപ്പിയാണ്. അതായത് പ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു തരം തെറാപ്പിയാണ് ഈ ഒരു സെല്ലുലാർ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു തെറാപ്പിയിൽ ശരീരത്തിൽ നിന്ന് ടി സെല്ലുകളെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ആ ടി സെല്ലിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തെടുക്കും. എത്തരത്തിൽ മോഡിഫൈ ചെയ്തെടുക്കും? അതായത് ശരീരത്തിനെ ബാധിക്കുന്ന മാരകമായിട്ടുള്ള ലൈഫ് ത്രെട്ടണിങ് സീരിയസ് ഡിസീസ്, ഫോർ എക്സാമ്പിൾ ക്യാൻസർ പോലെയുള്ള ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള രോഗത്തിനെ മറികടക്കാൻ പാകത്തിന് സഹായകമാകുന്ന രീതിയിൽ ടി സെല്ലിനെ മാറ്റിയെടുക്കും. എന്ന് പറഞ്ഞാൽ ആ രോഗത്തെ മാറ്റാൻ കെൽപ്പുള്ള വിധത്തിൽ ആ ടി സെല്ലിനെ മാറ്റിയെടുത്തിട്ട് അതിനെ ശരീരത്തിലേക്ക് തന്നെ വീണ്ടും അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഈ ഒരു സെല്ലുലാർ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം നമ്മൾ ടി സെല്ലിനെ കളക്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് ആ ഒരു മോഡിഫിക്കേഷൻ, ജനറ്റിക്കലി മോഡിഫിക്കേഷൻ കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പാൻഷൻ നടത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവേഷൻ നടത്തുക, അതായത് അതിനെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ അത് അഡ്മിനിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 4 പുതിയ കോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 38225 ആണ്. അത് ടി സെല്ലിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന കോഡാണ്. നെക്സ്റ്റ് 38226 ആണ്. അത് പ്രിപ്പറേഷൻ്റെ കോഡാണ്. നെക്സ്റ്റ് 38227 അത് ശരീരത്തിലേക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ ഓഫ് കാർ ടി സെൽസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് 38228 അതായത് ടി സെൽ അഡ്മിനിസ്ട്രേഷനാണ്. അതായത് ബോഡിയിലോട്ട് തിരിച്ച് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കോഡാണ് 38228 എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് കാറ്റഗറി കോഡിൻ്റെ റിവിഷൻ പറയുന്നുണ്ട്. അതായത് കാറ്റഗറി 3 കോഡ്സ് ആയിട്ടുള്ള 0537T, 0538T, 0539T ആൻഡ് 0540T. അപ്പോൾ ഈ കാറ്റഗറി 3 കോഡുകൾ ഈ 2025 ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് കാറ്റഗറി 1 മാറ്റിയിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. സോ നെക്സ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുള്ള ചാപ്റ്റർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 5 ന്യൂ കോഡ്സ് ഉണ്ട്. 0 റിവൈസ്ഡ് കോഡാണ്, 4 ഡിലീറ്റഡ് കോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് 4 ഡിലീറ്റഡ് കോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 47802 U2 ഹെപ്പാറ്റിക്കോ എൻഡറോസ്റ്റോമിയുടെ കോഡാണ്. നെക്സ്റ്റ് 49203, അതുപോലെ 49204, 49205. അപ്പോൾ ഈ 3 കോഡും നമുക്ക് എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻട്രാ അബ്ഡോമിനൽ ട്യൂമേഴ്സിൻ്റെ കോഡുകളാണ്. അപ്പോൾ ഇത്രയും കോഡുകൾ ഈ ഒരു ചാപ്റ്ററിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂ കോഡ്സ് നോക്കാം. അപ്പോൾ ന്യൂ കോഡ്സിൽ ഫസ്റ്റ് കോഡ് വന്നിട്ട് 49186 ആണ്. എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓപ്പൺ ഇൻട്രാ അബ്ഡോമിനൽ പ്രൈമറി ഓർ സെക്കൻഡറി ട്യൂമർ സിസ്റ്റ് സം ഓഫ് ദ മാക്സിമം ലെങ്ത് ഓഫ് ട്യൂമേഴ്സ് ഓർ സിസ്റ്റ് 5 സെൻറ്റിമീറ്റർ ഓർ ലെസ്. സോ ഇതിൽ 5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അതിൽ കുറവോ വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട കോഡാണ് 49186. നെക്സ്റ്റ് 49187 വരുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5.1 to 10 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് 49188 വരുമ്പോൾ 10.1 to 20 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് 49189 വരുമ്പോൾ 20.1 to 30 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് 49190 വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 5 കോഡും വരുന്നത് എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓപ്പൺ ഇൻട്രാ അബ്ഡോമിനൽ പ്രൈമറി ഓർ സെക്കൻഡറി ട്യൂമേഴ്സ് സിസ്റ്റ് കോഡുകളാണ്. അതിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ഈ കോഡുകൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. യൂറിനറി സിസ്റ്റത്തിലാണ് നെക്സ്റ്റ് അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 ന്യൂ കോഡ്സ് ഉണ്ട്, 1 റിവൈസ്ഡ് കോഡ് ഉണ്ട്, 2 ഡിലീറ്റഡ് കോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിലീറ്റഡ് കോഡ്സ് നോക്കാം. 50135 പൈലോറ്റോമി കോംപ്ലിക്കേറ്റഡിൻ്റെ ഒരു കോഡും 51030 സിസ്റ്റോട്ടോമി അല്ലെങ്കിൽ സിസ്റ്റോസ്റ്റോമിയുടെ ഒരു കോഡ്. നെക്സ്റ്റ് നമുക്ക് റിവൈസ്ഡ് കോഡ് നോക്കാം. 51020 സിസ്റ്റോട്ടോമി ഓർ സിസ്റ്റോസ്റ്റോമി വിത്ത് ഫൾഗറേഷൻ ആൻഡ് ഓർ ഇൻസേർഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. അപ്പോൾ ഇത് 2025 സിസ്റ്റോട്ടോമി ഓർ സിസ്റ്റോസ്റ്റോമി കഴിഞ്ഞിട്ടുള്ള സെമിക്കോളൻ മാറ്റിയിട്ട് കോമയാക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
സോ ഈ ഒരു കോഡാണ് റിവിഷൻ കോഡ് വരുന്നത്. സോ നെക്സ്റ്റ് നമുക്കിതിൽ ന്യൂ കോഡ്സ് നോക്കാം. 51721 insertion of transurethral ablation transducer for delivery of thermal ultrasound for prostate tissue ablation including suprapubic tube placement during the same section and placement of an endorectal cooling device when performed. Next 53865 cystourethropy with insertion of temporary device for ischemic remodeling, that is pressure necrosis of bladder, neck and prostate. Next 53866 catheterization with removal of temporary device for ischemic remodeling, that is pressure necrosis of bladder, neck and prostate. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് മെയിൽ ജെനൈറ്റൽ സിസ്റ്റത്തിൽ അപ്ഡേഷൻസ് നോക്കാം. സോ ഇതിൽ നമുക്ക് 2 ന്യൂ കോഡ്സ്, 0 റിവൈസ്ഡ് കോഡ്സ്, 1 ഡിലീറ്റഡ് കോഡാണ് വരുന്നത്. സോ നമുക്ക് ഡിലീറ്റഡ് കോഡ് നോക്കാം. 54438 റീപ്ലാന്റേഷൻ ഓഫ് പെനീസ്, കംപ്ലീറ്റ് ആംപ്യൂട്ടേഷൻ ഇൻക്ലൂഡിംഗ് യൂറീത്രൽ റിപ്പയർ. അപ്പോൾ ഈ ഒരു കോഡ് ഈ ഒരു ചാപ്റ്ററിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ന്യൂ കോഡ്സ് നോക്കാം. 55881 ablation of prostate tissue transurethral using thermal ultrasound including magnetic resonance imaging guidance for and monitoring of tissue ablation. So next വന്നിട്ട് 55882 ablation of prostate tissue transurethral using thermal ultrasound including magnetic resonance imaging guidance for and monitoring of tissue ablation with insertion of transurethral ultrasound transducer for delivering of thermal ultrasound including suprapubic tube placement and placement of an endorectal cooling device when performed. സോ ബോഡിയിൽ അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അബ്ലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ 2 കോഡുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൽ ജെനൈറ്റൽ സിസ്റ്റത്തിൽ വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഹായ് ഓൾ, മൈസെൽഫ് ഡോക്ടർ അനുശ്രീ, ട്രയാങ്കിൾ തോട്ട്സ് ഫാക്കൽറ്റി. നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ വന്നിട്ടുള്ളത് ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റം ആണ്. ഈ ചാപ്റ്ററിൻ്റെ കോഡ് റേഞ്ച് വന്നിട്ടുള്ളത് 50,000 സീരീസിലാണ്. 2025 ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് പുതിയ കോഡുകളൊന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഒരു റിവിഷൻ കോഡും അതുപോലെ ഒരു ഡിലീഷൻ കോഡുമാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ഡിലീറ്റ് ആയ കോഡ് ഏതാണെന്ന് നോക്കാം. 58957 എന്ന് പറയുന്ന കോഡാണ് ഡിലീറ്റ് ആയിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ വരുന്നത് റിസെക്ഷൻ ഓഫ് റിക്കറൻറ്റ് ovarian tubal primary peritoneal uterine malignancy with omentectomy if performed. ഈ കോഡാണ് ഡിലീറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് റിവിഷൻ വന്നത് ഏതാണെന്ന് നോക്കാം. 58958 എന്ന് പറയുന്ന കോഡാണ് റിവിഷൻ വന്നിട്ടുള്ളത്. 2024 ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റിസെക്ഷൻ ഓഫ് റിക്കറൻറ്റ് ovarian tubal primary peritoneal uterine malignancy, retroperitoneal tumors, intra-abdominal with omentectomy if performed, semicolon, with pelvic lymphadenectomy and limited para-aortic lymphadenectomy. ഇതായിരുന്നു 2024 ഡിസ്ക്രിപ്ഷൻ. ഇനി റിവൈസ് ചെയ്തിട്ട് 2025 ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റിസെക്ഷൻ ട്യൂമർ ഡീബൾക്കിംഗ് ഓഫ് റിക്കറൻറ്റ് ovarian tubal primary peritoneal uterine malignancy, intra-abdominal retroperitoneal tumors with omentectomy if performed, with pelvic lymphadenectomy and limited para-aortic lymphadenectomy. ഇങ്ങനെയാണ് റിവൈസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചേഞ്ചസ് ആണ് 2025 ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ എൻഡോക്രൈൻ സിസ്റ്റം. കോഡ് റേഞ്ച് വരുന്നത് 60,000 സീരീസാണ്. ഇതിൽ അപ്ഡേഷൻ 2025 വരുന്നത് 2 ന്യൂ കോഡ്സുകളാണ്. ആൻഡ് റിവൈസ്ഡ് കോഡ്സും ഡിലീറ്റഡ് കോഡ്സും ഒന്നും തന്നെയില്ല. ന്യൂ കോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 60660 എന്നുള്ള കോഡാണ് വന്നിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ വരുന്നത് എബ്ലേഷൻ ഓഫ് 1 or more thyroid nodules, 1 lobe or the isthmus, percutaneous including imaging guidance, radio frequency. 1 ലോബാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ തന്നെ
അഡീഷണൽ കോഡുണ്ട്, ആഡ് ഓൺ കോഡാണ് 60661. Ablation of one or more thyroid nodules, additional lobe, percutaneous, including imaging guidance, radio frequency. ഈ 2 കോഡുകളാണ് പുതുതായിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ നെർവസ് സിസ്റ്റം. 60,000 സീരീസ് തന്നെയാണ് വരുന്നത്. ഈ ചാപ്റ്ററിൽ 2025 7 ന്യൂ കോഡ്സ് ആണ് അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ളത്. റിവിഷനോ ഡിലീഷനോ ഒന്നും തന്നെ ഇല്ല. ഏതൊക്കെയാണ് ന്യൂ കോഡുകൾ നോക്കാം. 61715 മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് ഗൈഡഡ് ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് സ്റ്റീരിയോടാറ്റിക് എബ്ലേഷൻ ഓഫ് ടാർഗറ്റ് ഇൻട്രാക്രീനിയൽ ഇൻക്ലൂഡിംഗ് സ്റ്റീരിയോടാറ്റിക് നാവിഗേഷൻ ഓഫ് ആൻഡ് ഫ്രെയിം പ്ലേസ്മെൻറ്റ് വെൻ പെർഫോംഡ്. ഇതാണ് കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. ഈ കോഡ് കാറ്റഗറി 3 കോഡായ 0398T എന്ന് പറയുന്ന കോഡ് റീപ്ലേസ് ചെയ്താണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 64466 thoracic facial plane block unilateral by injections including imaging guidance when performed. Next code 64467 thoracic facial plane block unilateral by continuous infusions including imaging guidance when performed. ഇത് രണ്ടും യൂണിലാറ്ററൽ കോഡുകളാണ്. നെക്സ്റ്റ് 64468 എന്ന് പറയുന്ന കോഡ് thoracic facial plane block bilateral by injections including imaging guidance when performed. Next code 64469 thoracic facial plane block bilateral by continuous infusions including imaging guidance when performed. ഈ 4 കോഡുകളും thoracic റീജിയനിൽ ആണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 2 കോഡുകളുള്ളത് ലോവർ എക്സ്ട്രിമിറ്റീൻ്റെ ആണ്. അതേതാണെന്ന് നോക്കാം. 64473 എന്ന് പറയുന്ന കോഡാണ് ലോവർ എക്സ്ട്രിമിറ്റി ഫേഷ്യൽ പ്ലെയിൻ ബ്ലോക്ക് യൂണിലാറ്ററൽ ബൈ ഇഞ്ചെക്ഷൻസ് ഇൻക്ലൂഡിംഗ് ഇമേജിംഗ് ഗൈഡൻസ് വെൻ പെർഫോംഡ്. നെക്സ്റ്റ് കോഡ് 64474 ലോവർ എക്സ്ട്രിമിറ്റി ഫേഷ്യൽ പ്ലെയിൻ ബ്ലോക്ക് യൂണിലാറ്ററൽ ബൈ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ഇമേജിംഗ് ഗൈഡൻസ് വെൻ പെർഫോംഡ്. ഇത്രയും കോഡുകളാണ് ഈ ചാപ്റ്ററിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ ഐ ആൻഡ് ഒക്കുലർ എഡ്നെക്സ. 60,000 റേഞ്ച് തന്നെയാണ് കോഡ് സീരീസ് വരുന്നത്. ഈ ചാപ്റ്ററിൽ 2025 ഒരു ന്യൂ കോഡാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഡിലീഷനോ അതുപോലെ തന്നെ റിവിഷനോ ഒന്നും തന്നെ ഇല്ല. ഏതാണ് ആ ന്യൂ കോഡ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. 66683 എന്ന് പറയുന്ന കോഡാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇംപ്ലാന്റേഷൻ ഓഫ് ഐറിസ് പ്രോസ്തസിസ് ഇൻക്ലൂഡിംഗ് സ്യൂച്ചർ ഫിക്സേഷൻ ആൻഡ് റിപ്പയർ ഓർ റിമൂവൽ ഓഫ് ഐറിസ് വെൻ പെർഫോംഡ്. ഇതാണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ഈ കോഡ് കാറ്റഗറി 3 കോഡ്സായ 0616T 0617T ആൻഡ് 0618T എന്ന് പറയുന്ന കോഡിനെ റീപ്ലേസ് ചെയ്താണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് റേഡിയോളജി. കോഡ് റേഞ്ച് വരുന്നത് 70,000 സീരീസ് ആണ്. ഈ ചാപ്റ്ററിൽ 2025 6 ന്യൂ കോഡ്സുകളാണ് വന്നിട്ടുള്ളത്. റിവിഷനോ അതുപോലെ തന്നെ ഡിലീഷനോ ഒന്നും തന്നെ ഇല്ല. ഏതൊക്കെയാണ് 6 ന്യൂ കോഡുകൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ 6 ന്യൂ കോഡുകളും വന്നിട്ടുള്ളത് MR സേഫ്റ്റി ഇംപ്ലാന്റ് ആൻഡ് ഓരോ ഫോറിൻ ബോഡി അസസ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഈ സെക്ഷൻ പെർട്ടിക്കുലർലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ഇംപ്ലാന്റ് ഡിവൈസിൻ്റെ സേഫ്റ്റിയാണ്. നമ്മൾ MRI സ്കാൻ എടുക്കുന്നതിന് മുന്നേ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി അസസ് ചെയ്യുന്നതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ അതിൽ 6 കോഡുകളും ഈ സെക്ഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കോഡുകൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏതൊക്കെയാണ് കോഡുകളെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. 76014 ആണ് ഫസ്റ്റ് കോഡ്. അത് ഇനീഷ്യൽ 50 മിനിറ്റ്സ് അസസ്മെൻ്റ് ആണ് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു ആഡ് ഓൺ കോഡാണ് 76015 എന്ന് പറയുന്നത്. അഡീഷണൽ 30 മിനിറ്റ്സിൻ്റെ കോഡാണ് അത് വരുന്നത്. നെക്സ്റ്റ് കോഡുകൾ വരുന്നത് 76016 76017 76018 ആൻഡ് 76019. ഇത്രയും കോഡുകളാണ് ഈ ചാപ്റ്ററിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ വന്നിട്ടുള്ളത് പാത്തോളജി ആൻഡ് ലബോറട്ടറി. കോഡ് റേഞ്ച് വന്നിട്ടുള്ളത് 80,000 സീരീസ് ആണ്. നമുക്ക് 2025 ഈ ചാപ്റ്ററിൽ വന്ന അപ്ഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ 114 ന്യൂ കോഡുകളാണ് ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. 9 റിവൈസ്ഡ് കോഡ്സും 14 ഡിലേറ്റഡ് കോഡ്സുമാണ് അപ്ഡേറ്റഡ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് ന്യൂ കോഡുകൾ ഉള്ളതെന്ന് ആദ്യം നോക്കാം.
ഫസ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 81195 എന്ന് പറഞ്ഞ കോഡാണ്. സൈറ്റോജീനോമിക് അനാലിസിസ്, ഹെമറ്റോളജിക് മാലിഗ്നൻസി, സ്ട്രക്ചറൽ വേരിയൻസ് ആൻഡ് കോപ്പി നമ്പർ വേരിയൻസ്, ഒപ്റ്റിക്കൽ ജീനോം മാപ്പിംഗ്. ഇതാണ് ഫസ്റ്റ് കോഡ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 81515 എന്ന് പറഞ്ഞ കോഡാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസ്, ബാക്ടീരിയൽ വജൈനോസിസ് ആൻഡ് വജൈനൈറ്റിസ്, റിയൽ ടൈം PCR amplification of DNA markers for Atophobium vaginae, Atophobium species, Megasphaera type 1 and bacterial vaginosis, associated bacteria 2, utilizing vaginal fluid specimens, algorithm reported as positive or negative for a high likelihood of bacterial vaginosis, include separate detection of Trichomonas vaginalis and Candida species, Candida glabrata or Candida krusei when reported. ഇതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 81558 എന്ന് പറഞ്ഞ കോഡാണ്. ട്രാൻസ്പ്ലാന്റേഷൻ മെഡിസിൻ, mRNA ജീൻ എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് ബൈ ക്വാണ്ടിറ്റേറ്റീവ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ of 139 genes utilizing whole blood, algorithm reported as a binary categorization as transplant excellence, which indicates immune quiescence, or not transplant excellence, indicating subclinical rejection. ഇതാണ് ആ കോഡ് എക്സ്പ്ലനേഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ 83884 എന്ന് പറഞ്ഞ കോഡാണ്. ന്യൂറോഫിലമെൻറ്റ് ലൈറ്റ് ചെയിൻ എന്ന് പറയുന്ന കോഡാണ് അത് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് 86581 എന്നുള്ള കോഡ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻറ്റിബോഡി IgG സീറോടൈപ്പ് മൾട്ടിപ്ലെക്സ് ഇമ്മ്യൂണസേ ക്വാണ്ടിറ്റേറ്റീവ്. ഇതാണ് ആ കോഡിൻ്റെ എക്സ്പ്ലനേഷൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് 82233 എന്ന് പറഞ്ഞ കോഡാണ്. ബീറ്റ എമൈലോയിഡ് 1 to 40 ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ 82234 എന്നുള്ള കോഡാണ്. ബീറ്റ എമൈലോയിഡ് തന്നെ 1 to 42 ആണ് അത് വരുന്നത്. നെക്സ്റ്റ് 84393 എന്ന് പറഞ്ഞ കോഡ് ടോ ഫോസ്ഫോ റിലേറ്റഡ്. നെക്സ്റ്റ് കോഡ് 84394 എന്ന് പറഞ്ഞ കോഡാണ്. അതിൽ ടോ ടോട്ടലാണ് വരുന്നത്. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് മൈക്രോബയോളജി നമ്പറിലാണ്. ഫസ്റ്റ് വൺ 87513 എന്നുള്ള കോഡാണ്. ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഡിറ്റക്ഷൻ ബൈ ന്യൂക്ലിയർ ആസിഡ്, that is DNA or RNA, Helicobacter pylori, Clarithromycin resistance, amplified probe technique. ഇതാണ് കോഡ് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 87564 എന്നുള്ള കോഡാണ്. ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഡിറ്റക്ഷൻ ബൈ ന്യൂക്ലിയർ ആസിഡ്. അതിനുണ്ടല്ല മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്, റിഫാമിൻ റെസിസ്റ്റൻസ്, ആംപ്ലിഫൈഡ് പ്രോബ് ടെക്നിക് ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് 87594 ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഡിറ്റക്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് കോഡ് 87594 ന്യൂമോസിസ്റ്റൈറ്റിസ് ജിറോവേഴ്സി, ആംപ്ലിഫൈഡ് പ്രോബ് ടെക്നിക്. നെക്സ്റ്റ് 87626 ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഡിറ്റക്ഷൻ തന്നെ. HPV സെപ്പറേറ്റ്ലി റിപ്പോർട്ടഡ് ഹൈ റിസ്ക് ടൈപ്പ് ആൻഡ് ഹൈ റിസ്ക് പൂൾഡ് റിസൾട്ട്സ്. നെക്സ്റ്റ് ന്യൂ കോഡുകൾ വന്നിട്ടുള്ളത് പ്രൊപ്രൈറ്ററി ലബോറട്ടറി അനാലിസിസ് സെക്ഷനിലാണ്. 10 ന്യൂ കോഡ്സ് ആണ് ആഡഡ് ആയിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സെക്ഷനാണ് ഈ സെക്ഷൻ. ഇപ്പോൾ പറഞ്ഞ കോഡുകൾ കൂടാതെ 2024 കലണ്ടർ ഇയറിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള 101 അഡീഷണൽ കോഡ്സ് 2025 CPT ബുക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അങ്ങനെ ആ ടോട്ടലാണ് 114 കോഡുകൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് റിവൈസ്ഡ് കോഡുകൾ നോക്കാം. കോഡ് വന്നിട്ടുള്ളത് 81432 എന്നുള്ള കോഡാണ്. ഇതിൽ 2024 ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, എക്സാമ്പിൾ ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ, ഹെറിഡിറ്ററി ഓവേറിയൻ ക്യാൻസർ, ഹെറിഡിറ്ററി എൻഡോമെട്രിയൽ ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് 2025 പാൻക്രിയാറ്റിക് ക്യാൻസർ അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ക്യാൻസർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ സെമിക്കോളൺ 2024 ഉണ്ടായിരുന്നു, അത് 2025 റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 81435 എന്നുള്ള കോഡാണ്. ഹെറിഡിറ്ററി 2024 ഹെറിഡിറ്ററി കോളോൺ ക്യാൻസർ ഡിസോർഡേഴ്സ്, എക്സാമ്പിൾ
ലൈക്ക് സിൻഡ്രോം, ഹാമർടോമ സിൻഡ്രോം, കൗഡൻ സിൻഡ്രോം, ഫാമിലിയൽ എഡിനോമൈറ്റോസിസ് പോളിപ്പോസിസ്. ഇത് കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളൺ ഉണ്ടായിരുന്നു. 2025 സെമിക്കോളൺ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻറ്ററോഗേഷൻ ഫോർ സീക്വൻസ് വാരിയൻസ് ആൻഡ് കോപ്പി നമ്പർ വാരിയൻസിന് 2025 ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 81437 എന്നുള്ള കോഡാണ്. ഹെറിഡിറ്ററി ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ് വന്നിട്ടുള്ളത്. 2024 അവിടെ സെമിക്കോളൺ ഉണ്ടായിരുന്നു. 2025 സെമിക്കോളൺ റിമൂവ് ചെയ്തിട്ട് അവിടെ ജീനോമിക് സീക്വൻസ് അനാലിസിസ് പാനൽ 5 or more ജീൻസ് ഇൻറ്ററോഗേഷൻ ഫോർ സീക്വൻസ് വേരിയൻസ് ആൻഡ് കോപ്പി നമ്പർ വേരിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോഡ് 87624 എന്നുള്ള കോഡാണ്. ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഡിറ്റക്ഷൻ ബൈ ന്യൂക്ലിയർ ആസിഡ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഹൈ റിസ്ക് ടൈപ്സ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് 2024. 2025 അതിലൊരു അഡീഷൻ വന്നിട്ടുള്ളത് പൂൾഡ് റിസൾട്ട് എന്നും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 88387 എന്നുള്ള കോഡാണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ dissection and preparation of tissues for non-microscopic analytical studies, each tissue preparation a single lymph node എന്നായിരുന്നു 2024 ഉണ്ടായിരുന്നത്. അതിൽ ചേഞ്ചസ് ആകെ വന്നിട്ടുള്ളത് സെമിക്കോളൺ മാറ്റി കോമ മാത്രമാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്രൊപ്രൈറ്ററി ലബോറട്ടറി അനാലിസിസിൻ്റെ അണ്ടറിൽ വരുന്ന കോഡുകൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. കോഡ് വരുന്നത് 0248U റിവൈസ് ചെയ്തിട്ടുണ്ട്, 0351U, പിന്നെ വരുന്ന കോഡ് 0356U, 0403U. ഈ പറയുന്ന കോഡുകളാണ് റിവൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡിലീഷൻ കോഡുകളാണ്. ഈ മെൻഷൻ ചെയ്തേക്കുന്ന കോഡുകളൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട് 2025. നെക്സ്റ്റ് ചാപ്റ്റർ വന്നിട്ടുള്ളത് മെഡിസിൻ ചാപ്റ്ററാണ്. കോഡ് റേഞ്ച് വരുന്നത് 90,000 സീരീസാണ്. ഈ ചാപ്റ്ററിൽ 2025 18 ന്യൂ കോഡ്സും 69 ഡിലീറ്റഡ് കോഡ്സും 22 റിവിഷൻ കോഡ്സുമാണ് ഉള്ളത്. ന്യൂ കോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ 90480 ഇമ്മ്യൂണൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ ബൈ ഇൻട്രാമസ്കുലാർ ഇഞ്ചെക്ഷൻ ഓഫ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2. നമുക്ക് കൊറോണ വൈറസ് അഡ്മിനിസ്ട്രേഷൻ്റെ കോഡുകൾ കുറച്ച് സീക്വൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞ് സിംഗിൾ ഒരു കോഡായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോഡ് വാക്സിനേഷൻ കോഡുകളാണ് കൊറോണ വൈറസിനുള്ളത്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 അതിൽ വരുന്ന 5 കോഡ്സുകൾ ന്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായ കോഡ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ന്യൂ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. 91318, 91319 ആൻഡ് 91320, 321 ആൻഡ് 322. ഈ 5 കോഡുകളാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഡോസിൻ്റെ വ്യത്യാസത്തിലാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 90695 ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ derived from cell cultures adjuvant for intramuscular use. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 90684 ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ 21 വാലന്റ് ഫോർ ഇൻട്രാമസ്കുലാർ യൂസ്. നെക്സ്റ്റ് കോഡ് 90637 ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ ക്വാഡ്രി വാലന്റ് mRNA 30 mcg bar 0.5 ml dosage for intramuscular use. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 90638 ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ ക്വാഡ്രി വാലന്റ് mRNA 60 mcg 0.5 ml dosage for intramuscular use. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് 90624 എന്നുള്ളതാണ്. മെനിഞ്ചോകോക്കൽ പെൻറ്റാവാലന്റ് വാക്സിൻ MEN-B4C recombinant proteins and outer membrane vesicle and conjugate MEN-A-CWY diphtheria toxoid carrier for intramuscular use. Next 90593
ചിക്കൻ ഗുനിയ വൈറസ് വാക്സിൻ റീകോംബിനൻറ്റ് ഫോർ ഇൻട്രാമസ്കുലർ യൂസ്. ഇത്രയാണ് വാക്സിൻ കോഡുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കോഡുകൾ നോക്കാം. 92137 കമ്പ്യൂട്ടറൈസ്ഡ് ഒഫ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് posterior segment with interpretation and report unilateral or bilateral retina including OCT angiography. നെക്സ്റ്റ് നമുക്ക് 3 ആഡ് ഓൺ കോഡുകൾ പുതുതായി വന്നിട്ടുണ്ട്. 93896 എന്ന് പറയുന്ന കോഡാണ് ഫസ്റ്റ് വൺ. വാസോ റിയാക്ടിവിറ്റി സ്റ്റഡിയാണ് ടു അസസ് ബ്ലഡ് ഫ്ലോ. 93897 എംബോളൈ ഡിറ്റക്ഷൻ വിത്തൗട്ട് ഇൻട്രാവിനസ് മൈക്രോബ് ബബിൾ ഇഞ്ചെക്ഷൻ. നെക്സ്റ്റ് 93898 വീനസ് ആർട്ടീരിയൽ ഷണ്ട് ഡിറ്റക്ഷൻ വിത്ത് ഇൻട്രാവീനസ് മൈക്രോബബിൾ ഇഞ്ചെക്ഷൻ. ഈ 3 കോഡുകളും പെർഫോംഡ് വിത്ത് ട്രാൻസ്ക്രേനിയൽ ഡോപ്ലർ സ്റ്റഡി ഫോർ ഓഫ് ഇൻട്രാക്രേനിയൽ ആർട്ടറീസ് കംപ്ലീറ്റ് എന്ന് പറയുന്ന കോഡിൻ്റെ കൂടെ അഡീഷണലായി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് കോഡ് 96041 മെഡിക്കൽ ജെനറ്റിക്സ് ആൻഡ് ജെനറ്റിക് കൗൺസിലിംഗ് സർവീസസ് ഈച്ച് 30 minutes of total time provided by genetic counselor on the date of encounter. Next 96380 administration of respiratory syncytial virus monoclonal antibody seasonal dose by intramuscular injection with counseling by physician or other qualified healthcare professional. Next code 96381 administration of respiratory syncytial virus monoclonal antibody seasonal dose by intramuscular injection. 380 വിത്ത് കൗൺസിലിംഗ് ആണ്, 381 വിത്തൗട്ട് കൗൺസിലിംഗ് ആണ് ഡിഫറൻസ് വരുന്നത് രണ്ട് കോഡും തമ്മിൽ. നെക്സ്റ്റ് മെൻഷൻ ചെയ്തേക്കുന്നത് ഡിലീറ്റഡ് കോഡ്സ് ആണ്. ഡിലീറ്റഡ് കോഡ്സ് 69 ഇൻ നമ്പേഴ്സ്, അതാണ് സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് റിവൈസ്ഡ് കോഡ്സുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ 91304 സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 ആണ്. ആൻഡ് 90661 ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ ട്രൈവാലൻ ഡിറൈവ്ഡ് ഫ്രം സെൽ കൾച്ചേഴ്സ് സബ് യൂണിറ്റ് ആൻറ്റിബയോട്ടിക് ഫ്രീ 0.5 ml ഡോസേജ് ഫോർ ഇൻട്രാമസ്കുലർ യൂസ്. ഈ രണ്ട് കോഡുകളിലും പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന ടേമാണ് റിമൂവ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് 92132 കമ്പ്യൂട്ടറൈസ്ഡ് ഒഫ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ആൻറ്റീരിയർ സെഗ്മെൻറ്റ് വിത്ത് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ട് യൂണിലാറ്ററൽ ഓർ ബൈലാറ്ററൽ ആണ് കോഡ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 92133 എന്ന് പറഞ്ഞ കോഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഒഫ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് വിത്ത് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ട് യൂണിലാറ്ററൽ ഓർ ബൈലാറ്ററൽ ഒപ്റ്റിക് നെർവ്. നെക്സ്റ്റ് 92134 കമ്പ്യൂട്ടറൈസ്ഡ് ഒഫ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് വിത്ത് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ട് യൂണിലാറ്ററൽ ഓർ ബൈലാറ്ററൽ റെക്റ്റിന. ഈ 3 കോഡിലും സ്കാനിംഗ് എന്ന് പറയുന്ന ടേം റിവൈസ് ചെയ്തിട്ട് അതിൽ എക്സാമ്പിളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് 93656 എന്നുള്ള കോഡാണ്. ഈ കോഡിൽ റീഅറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്, റിവിഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് 93893 ട്രാൻസ്ക്രേനിയൽ ഡ്രോപ്ലർ സ്റ്റഡി ഓഫ് ഇൻട്രാക്രേനിയൽ ആർട്ടറീസ്. നെക്സ്റ്റ് 97811 acupuncture 1 or more needles. And next code 97814 acupuncture 1 or more needles തന്നെയാണ്. ഈ രണ്ട് കോഡിലും ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ളത്. നേരത്തെ റീഇൻസേർഷൻ ആയിരുന്നു, ഇപ്പോൾ വിത്ത് ഇൻസേർഷൻ എന്നാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് 98960 ആൻഡ് 98961 ആൻഡ് 98962 ഈ 3 കോഡിലും റീഅറേഞ്ച്മെൻറ്റ്സ് ആണ് നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് 98970 98971 ആൻഡ് 98972 ഇതിൽ 3ലും റീഅറേഞ്ച്മെൻറ്റ്സ് ആണ് നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് 98975 റിമോട്ട് തെറാപ്യൂട്ടിക് മോണിറ്ററിംഗ്. ഇതിൽ ചെറിയൊരു അഡീഷൻ വന്നിട്ടുള്ളത് ഡിജിറ്റൽ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് ബ്രാക്കറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾസിൽ. നെക്സ്റ്റ് 98976 റിമോട്ട് തെറാപ്യൂട്ടിക് മോണിറ്ററിംഗ് devices supply for data access or data transmissions to support monitoring of respiratory system each 30 days. Next code 98977 and 98978 ഇതിൽ മൂന്നിലും ചെറിയ ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്.
ടു ഷെഡ്യൂൾഡ് റെക്കോർഡ് ആൻഡ് പ്രോഗ്രാം അലേർട്ട് എന്ന് റിമൂവ് ചെയ്തിട്ട് ഫോർ ഡാറ്റ ആക്സസ് ഓർ ഡാറ്റ ട്രാൻസ്മിഷൻ ടു സപ്പോർട്ട് മോണിറ്ററിംഗ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോഡ് 9896 98967 ആൻഡ് 98968. ഇത് 3 കോഡുകളും റിവൈസ് ചെയ്തിട്ടുണ്ട്.